രണ്ട് സ്പിരിറ്റിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഒന്ന് ദാസ്യത്വത്തിൻ്റെ ആത്മാവും, ഒന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്. ദ സ്പിരിറ്റ് ഓഫ് സ്ലേവറി ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ. ബൈബിൾ പറയുന്നു ദാസ്യത്വത്തിൻ്റെ ആത്മാവ് ഭയത്തെ തരുമ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവ് വിശ്വാസത്തെ തരും. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ദാസ്യത്വത്തിൻ്റെ ആത്മാവ് ഭയത്തെ കൊണ്ടുവരുമ്പോൾ പുത്രത്വത്തിൻ്റെ ആത്മാവ് അധികാരത്തെ തരുന്നു. അതോറിറ്റി, നമ്മുടെ ഐഡന്റിറ്റിയെ വെളിപ്പെടുത്തുകയാണ്. ആ ഐഡന്റിറ്റി നമുക്ക് അതോറിറ്റി തരികയും. സോ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. അപ്പൊ അതിൻ്റെ അർത്ഥം ദാസ്യത്തിൻ്റെ ആത്മാവിന് ഭയം മാത്രമേ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. ഭയത്തിൽ വാഴുക, ഭയത്തിൽ ജീവിക്കുക, കൺഫ്യൂഷനിൽ ജീവിക്കുക, സംശയത്തിൽ ജീവിക്കുക, അവിശ്വാസത്തിൽ ജീവിക്കുക. ഈ ഭയത്തിൻ്റെ പരിണിത ഫലങ്ങളാണിതെല്ലാം. അവിശ്വാസം, സംശയം, ആശങ്കകൾ, കുറ്റബോധം, നാളെക്കുറിച്ചുള്ള അനാവശ്യമായ ചിന്തകൾ. യേശു പറഞ്ഞു നിങ്ങൾ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെട്ടത്. വേദപുസ്തകത്തിൽ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ ബൈബിൾ പറയുകയാണ്, ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടുത്തരുത്, സകലതും സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷകൾ പോലും സ്തോത്രത്തോടെ എത്ര കരയറ്റുന്നു. ആശങ്കകൾ തരുന്നത് പിശാചിൻ്റെ വലിയൊരു തന്ത്രമാണ്. കുറ്റബോധത്തെ കൊണ്ടുവന്ന് ദൈവത്തിൽ നിന്ന് നമ്മെ അത് അകറ്റുകയാണ്. ഈ കുറ്റബോധം ദൈവത്തിൽ നമ്മെ അകറ്റുമ്പോൾ നീതിബോധം ദൈവത്തിലേക്ക് നമ്മെ അടുപ്പിക്കും.